ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏപ്രിൽ 14 മേടവിഷു. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷുവാശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ 4:30 ആയപ്പോഴേ രാവിലെ എഴുന്നേറ്റു. ഞാനും അമ്മയും രാവിലെ തന്നെ എഴുന്നേറ്റു. ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നമ്മൾ ഇന്നലെ രാത്രി കണിയെല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിളക്കെത്തിക്കുന്ന ഡ്യൂട്ടി എനിക്കാണ്. അമ്മ അടുക്കളയിലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് വിളക്ക് കത്തിക്കണം. തലേന്ന് കണിയൊരുക്കുന്ന വീഡിയോ കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ഒരു തിരക്കിൽ നമുക്ക് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഹാളിലാണ് കണിയൊരുക്കി വെച്ചത്. ഇവിടെ പ്രത്യേകിച്ച് പൂജാമുറി ഇല്ലാത്തതുകൊണ്ട് ഹാളിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തു. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിളക്ക് കത്തിച്ചു, തൊഴുതു. പിന്നെ അതിനുശേഷം അവരെല്ലാവരും എഴുന്നേറ്റ് വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെല്ലാവരും ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ വീഡിയോ എടുക്കുന്ന കണ്ടാൽ ആരും വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ ഉൾപ്പെടുത്താത്തത്. ഇനി കുറേശ്ശെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവരെയും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരണം. പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷു ആയതുകൊണ്ട് കുറച്ച് നേരം അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞു. വീട്ടിലായിരുന്ന സമയത്ത് ഞാനും അച്ഛനും കൂടെ ആയിരുന്നു എല്ലാ വർഷവും കണി ഒരുക്കിക്കൊണ്ടിരുന്നത്. ഈ വർഷം അതിന് പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ നല്ല രീതിയിൽ എനിക്ക് കണിയൊരുക്കാൻ പറ്റി. തലേന്ന് പക്ഷേ ഇവിടെ നല്ല മഴയായിരുന്നു. ഞങ്ങളൊന്ന് ടെൻഷൻ അടിച്ചു. കാരണം എല്ലാ സാധനങ്ങളും ഞങ്ങൾ വൈകുന്നേരത്ത് പോയി വാങ്ങിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ മഴ കാരണം പോകാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയെല്ലാം തോന്നു. ഞങ്ങൾ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കണിയെല്ലാം അപ്പോഴും തന്നെ എല്ലാം റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഒരുക്കി. പിന്നെ അതിനുശേഷം ഇല്ലാത്ത 2-3 ഐറ്റങ്ങൾ അനിയൻ പോയി വാങ്ങിച്ചു. 8:30 ആയപ്പോഴത്തേക്കും ഞാനും വിഷ്ണുവേട്ടനും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് പോയത്. കൃഷ്ണൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും ബാക്കിൽ കൂടെ കയറാൻ പറ്റുമോ എന്ന് നോക്കി. പക്ഷെ ഒരു വഴിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ക്യൂ നിന്ന് തന്നെ കയറി. നമ്മൾ അമ്പലത്തിൽ പോകുന്ന നേരത്ത് മാല കൂടി വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തിരക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ കടകളും കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു അമ്പലത്തിനകത്തൊരുക്കിയ വിഷുക്കണി. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് നേരം നിന്നു. പക്ഷേ തിരക്ക് കാരണം പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. അമ്പലത്തിനകത്ത് നല്ല തിരക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ തൊഴുത് ചന്ദനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് മടങ്ങി. ക്ഷേത്രത്തിൽ പോകുന്ന നേരത്തെ ഞാൻ ആ ബ്ലൗസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഇട്ട ബ്ലൗസ് മാറ്റിയിട്ട് ഞാൻ പിന്നീട് ഇതാണ് ഇട്ടുകൊണ്ട് പോയത്. അതെനിക്ക് കുറച്ച് ടൈറ്റായിരുന്നു. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.